ആരോഗ്യവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആരോഗ്യവാണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മളോടൊപ്പം ഇന്ന് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡോക്ടർ ഷമീർ വി കെ ആണ്. ഡോക്ടർ നമസ്കാരം. റേഡിയോ ശ്രോതാക്കൾക്ക് വളരെ പരിചിതനായ ഒരു വ്യക്തിയാണ് അങ്ങ്. നമ്മുടെ ഒരുപാട് പ്രക്ഷേപണത്തിൽ വളരെ സജീവമായി പങ്കെടുക്കുകയും അതോടൊപ്പം പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളെ ബോധവൽക്കരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വൈദ്യൻ എന്ന് തന്നെ ഞങ്ങൾക്ക് പറയേണ്ടതുണ്ട്. ആകാശവാണിയുമായി വളരെ ഹൃദയബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ്. താങ്കളെപ്പോലുള്ള ഈ ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളിൽ മുഴുകി കഴിയുന്നവരുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെയാണ് സത്യത്തിൽ ഈ ഒരു ആരോഗ്യരംഗത്തെ വളരെ സജീവമായി മനുഷ്യരുടെ ശ്രദ്ധയിൽ നിലനിർത്തുന്നതും അതനുസരിച്ച് മനുഷ്യരുടെ ജീവിതശൈലിയെയും പ്രകൃതത്തെയും പെരുമാറ്റങ്ങളെയും ഒക്കെ നിർണ്ണയിക്കുന്നതിൽ വലിയ ഘടകമായി വർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ രീതിയിൽ അങ്ങയുടെ ഒരു സാന്നിധ്യം ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു ഘടകമാണ്. നമുക്ക് ഇപ്പോൾ ഡോക്ടറോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളൊരു കാര്യം, ഡോക്ടറുടെ ഇപ്പോഴത്തെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മലബാർ മേഖലയിലെ വളരെ പ്രശസ്തമായ സ്ഥാപനമാണ്. ഇപ്പോഴത്തെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വെച്ച് ഡോക്ടർ നമ്മളെ ഈ സംഭാഷണം തുടങ്ങാൻ എന്ത് വിഷയത്തിൽ നിന്ന് തുടങ്ങണം എന്നാണ് ഡോക്ടർ ആഗ്രഹിക്കുന്നത്? പറഞ്ഞ പോലെ തന്നെ വളരെ സന്തോഷം ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്നതിൽ. ആകാശവാണിയായിട്ട് ഇങ്ങനത്തെ ഒരു ചർച്ച അല്ലെങ്കിൽ ഇത്തരം പരിപാടികൾ എന്നൊക്കെ പറയുന്നത് നമുക്കും വളരെയധികം സന്തോഷമാണ്. കാരണം നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു കലർപ്പും ഇല്ലാതെ മാലിന്യം ഇല്ലാതെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളൊരു വേദിയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് സാംക്രമിക രോഗങ്ങൾ തന്നെയാണ്. തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇപ്പോഴും വളരെ പ്രസക്തമാണ്. ഇപ്പോൾ നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനമായ ഒരു ഘടകം, ഒരു വാർത്ത എന്ന് പറയുന്നത് സാംക്രമിക രോഗങ്ങളെക്കുറിച്ച് തന്നെ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോഴും നമ്മൾ ഡെയിലി ഓരോ ദിവസം ആശുപത്രിയിൽ പോകുമ്പോഴും റൗണ്ട്സ് എടുക്കുമ്പോഴും നമ്മൾ ഏറ്റവും അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ. കാരണം പലതും നമുക്ക് തടയാൻ പറ്റുന്നതാണ്. നമ്മുടെ എന്തൊക്കെയോ ചില വീഴ്ചകൾ കൊണ്ട് നമുക്ക് ഇപ്പോഴും അത് വല്ലാതെ ബുദ്ധിമുട്ടായിട്ട് തുടരുന്നുണ്ട്. അത് തന്നെ മരണത്തിൽ വരെ എത്തുന്ന രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. ആ ഒരു കാര്യത്തിൽ തന്നെ ചർച്ച തുടങ്ങണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ മാതിരി നമുക്ക് പരിഹരിക്കാൻ ചില ഘടകങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല. അതേസമയത്ത് ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് ചില മുൻകരുതലുകൾ എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന സാംക്രമിക രോഗങ്ങളെ ഒരു പരിധിക്ക് വരെ നമ്മുടെ പടിക്ക് പുറത്ത് നിർത്താൻ കഴിയും. അതെ. അപ്പോൾ ആ രീതിയിൽ ഒരു ഇടപെടൽ നമുക്ക് സാധ്യമാവണമെങ്കിൽ ചില അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിലൂടെയാണല്ലോ പലപ്പോഴും ഈ സ്തോഭജനകമായ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഈ പൂനെയിലുണ്ടായ ഒരു ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖത്തെക്കുറിച്ച് ഇപ്പോൾ ചർച്ച പെട്ടെന്ന് അത് സജീവമായ ചർച്ചയിലേക്ക് അത് വന്നിട്ടുണ്ട്. ആ രോഗത്തെക്കുറിച്ച് സാമാന്യനെ ഒന്ന് സൂചിപ്പിച്ചാൽ നന്നായിരിക്കും, ഒരു പൊതു അറിവിലേക്കായിട്ട്. അതെ. ഇപ്പം ഈ ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു സാംക്രമിക രോഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. ശരിക്കും പറഞ്ഞാൽ അതൊരു നമ്മുടെ ഞരമ്പുകളിൽ തളർച്ച വരുന്ന, പിന്നെ കൈകാലുകൾ ശക്തി കുറഞ്ഞ് ഞരമ്പുകൾ വീക്കായി ഈവൻ നമുക്ക് ശ്വാസത്തിന് വരെ ബുദ്ധിമുട്ടുണ്ടാകാവുന്ന രീതിയിൽ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഗില്ലൻ ബാരി സിൻഡ്രോം. അതിന് ഈ ഒരു ടോപ്പിക്കിലേക്ക് പ്രസക്തി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു അണുബാധയുമായി ഒരു ബന്ധം ഇതിനുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് 1-2 ആഴ്ച ഒരു ഗ്യാപ്പ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഇതിനോടുള്ള ഒരു റിയാക്ഷൻ, അത് കാരണം നമുക്ക് ഈ ഗില്ലൻ ബാരി സിൻഡ്രോം സംഭവിക്കാം. അപ്പോൾ ചില അണുബാധകളെ പണ്ട് മുതലേ ചില പ്രത്യേക തരത്തിലുള്ള ബാക്ടീരിയ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില വൈറസുകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാലയളവ് കഴിഞ്ഞാൽ ഈ ഗില്ലൻ ബാരി സിൻഡ്രോം ഉണ്ടാവാം എന്നുള്ളത് പണ്ട് മുതലേ നമുക്ക് അറിവുള്ളൊരു കാര്യമാണ്. ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പൂനെയിലിപ്പോൾ പെട്ടെന്ന് കുറേ ഇത്തരത്തിലുള്ള ഗില്ലൻ ബാരി സിൻഡ്രോം ഒന്നിച്ച് വരികയും അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള രീതിയിലേക്കൊരു ഡിസ്കഷനൊക്കെ പോവുകയും ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു അണുബാധ ഇതിൻ്റെ പിറകിൽ ഉണ്ടാവാം. അപ്പം അതൊരു തരം ബാക്ടീരിയ, ഒരു കാമ്പൈലോബാക്ടർ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ നമ്മൾ സാധാരണ ഭക്ഷണത്തിലൂടെ വെള്ളത്തിലൂടെയൊക്കെ തന്നെ പകരാൻ സാധ്യതയുള്ള ഒരു ബാക്ടീരിയ വന്നിട്ട് ഒരു ചെറിയൊരു കാലയളവിന് ശേഷം, അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു അനുമാനമാണ് ഇപ്പം നമ്മളെ സാംക്രമിക രോഗത്തെയും ഗില്ലൻ ബാരി സിൻഡ്രോത്തിനെയും ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ വെള്ളത്തിലേക്കും ഭക്ഷണത്തിലേക്കും അതിൻ്റെ ശുദ്ധിയില്ലായ്മയിലേക്കും ചർച്ച വീണ്ടും എത്തുകയാണ്. അപ്പം ഈ സംഭവം നമ്മുടെ ശരീരത്തിലേക്ക് കയറാനുള്ള വഴി എപ്പോഴും ഈ വഴി തന്നെയാണ്. അപ്പം ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം, അതിൽ ഒരു കൃത്യമായ ശുദ്ധമല്ലാത്ത രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാവാം ഇതിലേക്ക് എത്തുന്നത്, അതാവാം അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടാവാം എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ ചർച്ച പോകുന്നത്. നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ഡോക്ടർ സൂചിപ്പിക്കേണ്ടായി ഈ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച്.
അപ്പോൾ അത് ഇപ്പോൾ താങ്കളെ പോലെയുള്ള ഈ വൈദ്യരംഗത്ത് പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ നിത്യേന എന്നോണം അതിൻ്റെ പല പല രൂപങ്ങളായിട്ട് അതിങ്ങനെ വന്ന് അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് താങ്കൾ പറയുകയുണ്ടായി. ഈ ഹെപ്പറ്റൈറ്റിസും ഇതുപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് സംഭവിക്കുന്ന ഒരു അതെ, അവസ്ഥയാണല്ലോ. തീർച്ചയായും ഇതെല്ലാം തന്നെയും നമ്മുടെ ഒരു കാലത്ത് നമ്മൾ ഏതാണ്ട് പിന്നെ നമ്മളിൽ നിന്ന് വിട്ടുപോയി എന്ന് പോലും നമ്മൾ ഒരു വിശ്വാസം ഉണ്ടായിരുന്ന തരത്തിലുള്ള രോഗങ്ങളാണിതൊക്കെ. ഹെപ്പറ്റൈറ്റിസ് പറഞ്ഞാൽ പണ്ട് വളരെ സർവ്വസാധാരണമായിരുന്നു. അതിനുശേഷം നമ്മുടെ ക്വാളിറ്റി ജീവിതത്തിൻ്റെ മൊത്തം നിലവാരം വർദ്ധിച്ചപ്പോൾ ഇതൊക്കെ വളരെ വളരെ കുറഞ്ഞു വന്നതാണ്. ഇപ്പോൾ പെട്ടെന്ന് പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇതിൻ്റെ നമ്പർ കുത്തനെ കൂടുന്നത്. അങ്ങനെ കുത്തനെ കൂടിയപ്പോൾ തന്നെ ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിലുള്ള കോംപ്ലിക്കേഷനുകളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചികിത്സിക്കുക, പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് ചികിത്സിക്കുമ്പം ഞങ്ങളുടെ ഒരു പ്രത്യേകിച്ച് എപ്പോഴും കോംപ്ലിക്കേഷനുകൾ കൂടുതലായിരിക്കും. പുറത്തുള്ളതെല്ലാം കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത് എത്തുമല്ലോ. അപ്പം ഞങ്ങളുടെ കാഴ്ചയിൽ ഹെപ്പറ്റൈറ്റിസ് എ എന്നിപ്പോൾ ഒരു ഭയങ്കര ഭീകര രോഗം പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല മരണങ്ങൾ സംഭവിച്ചു, കിഡ്നി ഫെയിലിയറുകൾ സംഭവിച്ചു. അപ്പോൾ ശരിക്കും ഇതെല്ലാം തന്നെ ഇതിൻ്റെയും സ്രോതസ്സ് നമുക്കറിയുന്നതാണ്, നമ്മൾ കുടിക്കുന്ന വെള്ളം തന്നെയാണെന്നുള്ള ഒരു സംശയവുമില്ല. അപ്പോൾ നമുക്ക് ഇപ്പോഴും നമ്മൾ കുടിക്കുന്ന വെള്ളം ഒരു ഒരു കളങ്കമില്ലാത്തതാണ് എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുന്നില്ല. ഓരോ ദിവസവും ഇപ്പോൾ ഇത്രയും നാൾ നമ്മൾ ഈ ചർച്ച തുടങ്ങിയിട്ട് തന്നെ ഞാൻ തന്നെ സംസാരിച്ച് തുടങ്ങിയിട്ട് കുറേ നാളായി. ഇപ്പോൾ അതിന് ശേഷം ഇപ്പോൾ പോലും നമുക്ക് ഓരോ ദിവസവും അഡ്മിഷനുകൾ വരുന്നു, ICUവിൽ കയറുന്നു. ഇതെല്ലാം ഇപ്പോൾ ഈ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും നമുക്ക് ICUവിൽ ഹെപ്പറ്റൈറ്റിസ് ആയിട്ട് രോഗികളുണ്ട്. എല്ലാം ചെറുപ്പക്കാരാണ്. അത് നമ്മളെ ശരിക്കും വല്ലാതെ അലട്ടുന്നൊരു വിഷയം തന്നെയാണത്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഫുഡ് കൾച്ചർ അതിൽ അങ്ങനെ ഒരു പഠനം എന്തെങ്കിലും ഉണ്ടോ? അതായത് നമ്മളെ ഇപ്പോൾ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങൾ അല്ലെങ്കിൽ ജലജന്യ രോഗങ്ങൾ കൂടുന്നു എന്നുള്ള തരത്തിലുള്ളൊരു നിരീക്ഷണം അനൗദ്യോഗികമായിട്ടെങ്കിലും ഉണ്ടോ? നിരീക്ഷണം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മുടെ തെക്ക് ഭാഗത്തേക്ക് ഇത്ര ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചത്. അപ്പം അതിന് മാത്രമായിട്ടൊരു ഡെഫിനറ്റ് കാരണം നമുക്ക് പറയാനില്ല. പക്ഷേ കുറേ കാര്യങ്ങൾ കോമൺ ആയിട്ട് നമുക്ക് നോക്കുന്നത് വെച്ചാൽ, ഒന്ന് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഒരു ശ്രദ്ധയില്ല എന്നുള്ളത് നമ്മുടെ ഒരു സ്വഭാവമാണ്. കാരണം നമ്മൾ ഈ ചൂടാവുമ്പോഴത്തേക്കും എവിടുന്നും കുടിക്കും എന്നുള്ള രീതിയിലേക്ക് അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. പിന്നെ നമുക്ക് ഈ കിണർ ജലത്തിന് നമുക്ക് ഭയങ്കര വിശ്വാസമാണ് പണ്ട് മുതലേ. ഇപ്പം ഞാനാണെങ്കിലും എത്രയോ കാലം നമ്മൾ അങ്ങനെ തന്നെയാണ് കുടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ഥലം കുറഞ്ഞില്ലേ. ഇപ്പോൾ വീടും പിന്നെ ഈ ശൗചാലയങ്ങളും തമ്മിലുള്ള ഗ്യാപ്പ്, അപ്പോൾ ഇതിലൊന്നും ഇപ്പോൾ ഒരു കണക്കുമില്ലല്ലോ. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ വെള്ളത്തിലേക്ക് ഇത് എത്തുന്നു എന്നുള്ളതിനൊന്നും ആർക്കും, അപ്പോൾ നമ്മൾ പണ്ട് വിചാരിച്ചിരുന്ന പോലെ ഇപ്പോൾ കിണറാണ് തുറന്നു വെച്ചിരിക്കുകയാണ്, സൂര്യപ്രകാശം തട്ടുന്നതാണ്, അപ്പോൾ അത് ഭയങ്കര ഒരു മൂല്യമുള്ളൊരു സാധനമായിട്ടാണ് നമ്മൾ കരുതിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലെ കിണറിലെ വെള്ളമാണെങ്കിൽ പോലും എനിക്കൊരു ധൈര്യവും ഇല്ലാതെ എടുത്ത് കുടിക്കുക എന്നുള്ള രീതിയിലേക്ക് അത് മാറിക്കഴിഞ്ഞു. എന്തെല്ലാം കലർപ്പുകൾ വരുന്നു നമുക്ക് തന്നെ ഒരു തിട്ടമില്ലാത്ത അവസ്ഥ. ഇല്ല. അപ്പോൾ അത് ചില ആൾക്കാർ ഇപ്പം പലപ്പോഴും നമ്മളെല്ലാ പേഷ്യൻസിൻ്റെ ഇത് ചോദിക്കും, ഇങ്ങനെ പോകാറുണ്ട്. വെറുതെ എങ്കിലും ഒരു പിന്നെ കുസൃതി ചോദ്യമായിട്ടെങ്കിലും നമ്മൾ അവരോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോഴും അവർക്ക് പലർക്കും ഇങ്ങനെ എടുത്ത് പറയാനില്ലാത്ത ആളുകളുണ്ട്. പക്ഷേ അവരാണെങ്കിലും കിണർ വെള്ളം എല്ലാവരും ഉപയോഗിക്കും. അതേപോലെ ഇപ്പോൾ കല്യാണത്തിന് പോയാൽ നമുക്ക് വരുന്ന വെള്ളം നമ്മൾ കുടിക്കും. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഘടകം എല്ലാവർക്കും നമ്മൾ കാണുന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും വളരെ നമ്മളിതൊരു അസുഖം വന്ന് അതിനെ ചികിത്സിച്ച് ഭേദാക്കാനും നമ്മുടെ സംവിധാനങ്ങളുടെ പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മൾ അതിൻ്റെ വ്യാപ്തി കൂട്ടാനും ഒക്കെ ശ്രമിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ ഈ പറയുന്ന ഒരു മിനിമം ജാഗ്രത കുടിക്കുന്ന വെള്ളത്തിൽ പുലർത്തേണ്ടതുണ്ട് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഊന്നി പറയേണ്ടതുണ്ട്. അതെ, അത് ഒട്ടും വയ്യാത്തവരാണോ എനിക്ക് പറ്റില്ല എന്നങ്ങ് ഉറപ്പാണെങ്കിൽ പിന്നെ വാക്സിൻ. ഈ രണ്ട് വഴികളാണ്. ഒന്ന് ഏറ്റവും ഈസി എന്ന് ഞാൻ പറയുന്നില്ല, അത് ഓരോ ആൾക്കാർക്കും ഓരോ പോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എത്രത്തോളം പ്രായോഗിക, ഇപ്പോൾ ഒരു ജോലിക്ക് പോകുന്ന ഒരാളോട് അയാൾ എത്ര വെള്ളം കരുതി പോകുമെന്ന് അങ്ങനെ നമുക്ക് അങ്ങനത്തെ ഇതാണെങ്കിൽ പിന്നെ രണ്ടാമത്തെ ചോയ്സ് എപ്പോഴും ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിച്ചിടത്തോളം വാക്സിനാണ്. ആ വാക്സിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാൻ നമുക്കും തോന്നുന്നു. വാക്സിൻ്റെ എങ്ങനെയാണ്, അതിൻ്റെ പ്രിവെൻറ്റീവായിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡോസേജ്, എങ്ങനെയാണ് നമ്മളൊരാൾ ഇപ്പോൾ ഇത് കേൾക്കുന്ന ഒരാൾ എന്താ ചെയ്യേണ്ടത്? അതിൽ ആകെയുള്ളൊരു പ്രശ്നം വെച്ചാൽ ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളിലേക്ക് ഇത് വന്നിട്ടില്ല. അപ്പോൾ ഹെപ്പറ്റൈറ്റിസിനെതിരെയുള്ള വാക്സിൻ ഫ്രീ ആയിട്ട് നമുക്ക് പല വാക്സിനുകൾ അങ്ങനെയാണല്ലോ. അപ്പോൾ എല്ലാം പ്രൈവറ്റ് മേഖലയിലാണ്. അപ്പം സർക്കാരിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ തന്നെ വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലാണ്. എനിക്ക് ഒരു 1000-1500 രൂപയുടെയൊക്കെ ചിലവ് വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ എല്ലാവരോടും നമുക്ക് നിർബന്ധിച്ച് പറയാൻ പറ്റാത്ത, അതുകൊണ്ടാണ്. പിന്നെ 2 ഡോസാണ്. ഇപ്പോഴാണെങ്കിൽ ഒരു ഒറ്റ ഡോസിൽ എടുക്കാവുന്ന രീതിയിൽ വാക്സിൻ ഉണ്ട്, ഒറ്റ കുത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ. അപ്പം അങ്ങനത്തെ പല ചോയ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആകെയുള്ളത് നമ്മൾ ആ കാര്യം തിരിച്ചറിയുകയും നമ്മുടെ തൊട്ടടുത്തുള്ള ഏത് പിന്നെ ഹെൽത്ത് സെൻ്ററിലോ അല്ലെങ്കിൽ
ആശുപത്രിയിൽ എവിടെയും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഒരു തവണ വാക്സിൻ എടുത്താൽ അതിൻ്റെ ഒരു കവറേജ് എന്ന് പറയുന്നത് കുറേ കാലത്ത് സാധാരണഗതിയിൽ അതൊരു ലൈഫ് ലോങ് എന്നുള്ള പോലെ തന്നെയാണ് പറയുന്നത്. കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല. സാമാന്യേന അത് ഒരു ദീർഘകാലത്തേക്ക് തീർച്ചയായും. ഇപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ജലജന്യ രോഗങ്ങൾ ഇതുപോലുള്ള സാംക്രമിക രോഗങ്ങളുടെ ഒരു കുത്തൊഴുക്ക് നമ്മുടെ മുമ്പിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ഇതേപോലെ ഉണ്ടായ ഒരു പെട്ടെന്ന് നമ്മുടെ സമൂഹത്തെ ആകെ ആശങ്കയിൽ ആഴ്ത്തിയ ഒരു രോഗാവസ്ഥയായിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന അവസ്ഥ. ഇതേപോലെ പെട്ടെന്ന് കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും ഒക്കെ വല്ലാതെ ഒരു പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രവലൻസ്, ആ ഒരു സാന്നിധ്യം ഇപ്പോഴും ഉണ്ടോ? അതും ഈ പറയുന്ന പോലെ തന്നെയാണ്. ഇപ്പം നമ്മൾ പണ്ട് 5 വർഷം കൂടുമ്പോഴൊക്കെ ആയിരുന്നു ഒരു അമീബിക് മെനിഞ്ചൈറ്റിസ് ഒക്കെ ഡയഗ്നോസ് ആവുന്നു. അത് തന്നെ നമ്മളിപ്പം ഒരു കുളത്തിൽ കുളിച്ചു, ഡൈവ് ചെയ്തു, അങ്ങനെയുള്ള വളരെ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യും. അങ്ങനെയായിരുന്നു. അത് വളരെ അപൂർവമായിട്ട് മാത്രം ഞങ്ങളുടെ സർക്കിളിലും അതൊരു വലിയ സംഭവമാണ്. പക്ഷേ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു 5-6 മാസത്തിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു 30-40 പേഷ്യൻസ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഡയഗ്നോസ്. ഇപ്പം നിലവിൽ പോലും ഇപ്പോൾ ഞങ്ങളുടെ സെൻറ്ററിൽ ഇപ്പോഴും അമീബിക് മെനിഞ്ചൈറ്റിസ് പേഷ്യൻ്റ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതും ഒരു വലിയ മാറ്റമാണ്. അപ്പം വീണ്ടും നമ്മൾ തിരിച്ച് വെള്ളത്തിൽ തന്നെ എത്തും. അപ്പോൾ ഈ വെള്ളം എന്ന് പറയുന്നത് പണ്ട് പറഞ്ഞ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം അതിൽ പോയി കുളിക്കുക എന്നുള്ളൊരു രീതിയിൽ നിന്ന് മാറി അല്ലാതെ തന്നെ ഇത് വരാം. നമ്മളിപ്പോൾ വെറുതെ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ മൂക്ക് കഴുകുമ്പോഴോ ഒക്കെ നമ്മുടെ ചുറ്റുമുള്ള വെള്ളത്തിൽ നിന്ന് ഇത് സംഭവിച്ചേക്കാം എന്നുള്ളൊരു ഭീതിയിലേക്ക് നമ്മളെത്തുന്നത്. അവിടെയും വീണ്ടും നമ്മുടെ ശുദ്ധമായ ജലത്തിൻ്റെ ഒരു ചോദ്യമാണ് അവിടെയും വരുന്നത്. കാരണം ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിലും നേരത്തെ പറഞ്ഞ ഗില്ലൻ ബാരി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ബാക്ടീരിയ ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ കോളിഫോം എന്ന് പറയും. ഇപ്പോൾ സാധാരണ ഈ വിസർജ്ജ വസ്തുക്കൾ എത്രത്തോളം വെള്ളവുമായിട്ടൊക്കെ കോണ്ടാക്റ്റിൽ വരുന്നു എന്നുള്ളതിനൊരു കൗണ്ടാണത്. അപ്പോൾ അത് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള ജീവജാലങ്ങളെല്ലാം വെള്ളത്തിൽ തഴച്ച് വളരാനുള്ളൊരു സാധ്യത, അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിലേക്ക് എത്താനുള്ള സാധ്യത, അതിനാനുപാതികമായിട്ട് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷനുകളൊക്കെ കൂടാനുള്ള സാധ്യതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മലയാളിയുടെ അനുഗ്രഹമായിരുന്ന വെള്ളം തന്നെയാണ് മലയാളിക്ക് ഇന്ന് ഏറ്റവും ഒരു തരത്തിൽ പറയുമ്പോൾ മലയാളിക്ക് ഒരു ഭീതിയായി മാറുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. അതെ അതെ അതെ, നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ കണ്ടേ പറ്റൂ. കാരണം നമ്മുടെ മൊത്തം ഒരു പേഴ്സണൽ ശുദ്ധീകരണം, നമ്മളെപ്പോഴും ഭയങ്കര വൃത്തിയുള്ള ആളുകളായിട്ടാണ് നമ്മൾ സ്വയം അഭിമാനിക്കാറില്ല. നമ്മൾ വിദേശികളൊക്കെ കാണുമ്പോൾ അവരെയാണ് കുറ്റം പറയുക. പക്ഷേ അവിടത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഈ ഹെപ്പറ്റൈറ്റിസ് എന്നൊന്നും പറയുന്ന സംഭവങ്ങളൊന്നും യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും കാണാൻ പോലും ഇല്ല. അപ്പം നമ്മുടെ ഒരു ഹൈജീൻ്റെ ഒരു മെഷർ കൂടിയാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ശരിയല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഒരു പൊതു എന്താ പറയുക ജീവിത നിലവാരം, പൊതു സൂചികകളൊക്കെ പലപ്പോഴും നമ്മൾ നിർണ്ണയിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത് വളരെ എല്ലാത്തിലും ഉപരിയായി പ്രാധാന്യം കൊടുക്കേണ്ട ചില ഏരിയകളായി ഇതിനെ കാണേണ്ടതുണ്ട്. അതാണ് അതിലേറ്റവും ഒന്ന് നമ്മുടെ മാലിന്യ പ്രശ്നങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജനത്തിൽ നമ്മൾ കാണിക്കുന്ന വീഴ്ചകൾ, പിന്നെ നമ്മൾ സ്വന്തം വെള്ളം കുടിക്കാൻ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ വളരെ വളരെ വലിയൊരു ഗ്യാപ്പ് വന്നുപോയി. അപ്പോൾ നമ്മളെക്കുറിച്ച് അഭിമാനിച്ചിരുന്ന പല കാര്യങ്ങളിലും നമ്മൾ നല്ലൊരു പുനർവിചിന്തനം നമുക്ക് ആവശ്യമുണ്ട്. അതിനനുസരിച്ച് നമ്മൾ മാറിയെങ്കിലേ ഇനി വരുമ്പോഴെങ്കിലും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ നമ്മുടെ കാലാവസ്ഥയിലൊക്കെ വരുന്ന വ്യതിയാനങ്ങൾ നമ്മുടെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലുണ്ട്. നമ്മുടെ വിളവ് ഉൽപ്പാദനത്തെ, നമ്മുടെ ക്രോപ്പുകളുടെ ഇതിനെയൊക്കെ അത് പല രീതിയിൽ ബാധിക്കുന്നു. ഇപ്പം മാവ് പൂക്കുന്നതിനെക്കുറിച്ചും കൊന്ന പൂക്കുന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ ആശങ്കപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ തകിടം മറിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു തകിടം മറിച്ചിലും അതിൻ്റെ സീസണുകളുടെ തമ്മിൽ കലർന്നു പോകുന്ന രീതിയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമ്മുടെ ഒരു രോഗങ്ങളുടെ ഒരു സാന്നിധ്യത്തെ ഏത് രീതിയിലാണ് ബാധിച്ചിട്ടുള്ളത്? ഡോക്ടറുടെ ഇപ്പോൾ കുറച്ച് കാലത്തെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ. തീർച്ചയായിട്ടും അതൊരു വലിയ ഘടകമാണ്. അപ്പോൾ ഇത്രയും നേരം എല്ലാം നമ്മളെ തന്നെ പല ആളുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ രോഗത്തിൻ്റെ എല്ലാ കാര്യത്തിലും അങ്ങനെയല്ല. അതിലാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ്. ഇപ്പോൾ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, സീസൺ അതൊക്കെ വളരെ കാര്യമായി തന്നെ ഇതിനെ. കാരണം ഇപ്പോൾ നമുക്ക് തന്നെ പണ്ടാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു കൃത്യമായൊരു സമയത്ത് മഴ വരുന്നു, മഴ കഴിഞ്ഞ് കൊതുക് വളരുന്നൊരു സമയമുണ്ട്, വെള്ളക്കെട്ടുകളുണ്ട്, അപ്പം ഡെങ്കിപ്പനി വന്നു. അതേപോലെ ഈ വെള്ളക്കെട്ടൊക്കെ ആയിട്ട് പെരുമാറുന്ന ആളുകൾക്ക് കുറച്ച് എലിപ്പനി വന്നു. അത് കഴിഞ്ഞ് ഒന്ന് വെയിൽ വന്ന് ഇതൊക്കെ ഉണങ്ങി ഒന്ന് റെഡി ആകുമ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ആലോചിക്കേണ്ട, ഡെങ്കിപ്പനി എലിപ്പനിയൊക്കെ നമ്മൾ വിട്ടു. അടുത്തതിലേക്ക് ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെങ്കിപ്പനി എല്ലാ സീസണിലും, എലിപ്പനി എല്ലാ സീസണിലും ഇങ്ങനെയാണ്. അപ്പം ഇതെല്ലാം കുറേ കാരണം ഈ ഇടയിൽ വരുന്ന മഴകളും ഒന്നിനൊരു പ്രഡിക്ഷൻ തെറ്റുമ്പോൾ ഉണ്ടാകുന്ന കുറേ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കുറേ ഘടകങ്ങൾ ഈ അസുഖങ്ങളൊക്കെ സ്വാധീനിക്കുന്നുണ്ടെന്നൊരു സത്യമാണ്. അത് നമ്മളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നുമുണ്ട്.
അത് പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും പറഞ്ഞ ആളുകളെ പേടിപ്പിച്ചിട്ട് കാര്യമല്ല. നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നിൽക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ഊന്നി പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. അല്ലാത്ത ഒരുപാട് ഇപ്പോൾ അതേപോലെ കാലാവസ്ഥ ഒരു ആഗോള വ്യാപകമായിട്ടുണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം പുതിയ സൂണോസിസ് എന്ന് പറയുന്നത്, പുതിയ വൈറസുകൾ ഉണ്ടാവുന്നത്, മൃഗങ്ങളിൽ നിന്ന് വൈറസ് പുറത്തേക്ക് ചാടുന്നത്, ഇപ്പം നിപ്പ പോലത്തെ സംഭവം, എന്തുകൊണ്ട് പെട്ടെന്ന് വവ്വാലിൽ നിന്ന് നിപ്പ പുറത്തേക്ക് ചാടി ആൾക്കാർക്ക് കിട്ടുന്നു, ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെ പലപ്പോഴും പിറകോട്ട് പോകുമ്പോൾ അതിലൊരു 50% പ്രകൃതിയാ തന്നെയുള്ള കുറേ മാറ്റങ്ങളും ഈ പറഞ്ഞ ടെമ്പറേച്ചറിലുള്ള മാറ്റമൊക്കെ 50% നമ്മളായിട്ട് കൊണ്ടുവന്ന മാറ്റങ്ങൾ. ഇപ്പം കാട് പോയതും ഇവരുടെ വാസസ്ഥലങ്ങൾ നഷ്ടപ്പെട്ടതും അങ്ങനത്തെ പല ഘടകങ്ങൾ ഒന്നിച്ച് ചേർന്ന് വരുമ്പോഴാണ് ഈ ഒരു രോഗത്തിന് അനുകൂലമായ ഘടകം ഒരു എൻവയോൺമെൻറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൽ നമ്മൾ കൂടുതൽ ഊന്നി പറയുന്നത് നമ്മുടെ കയ്യിലിരിപ്പ് മാത്രമാണ്. നാച്ചുറലി അത് മാത്രമൊന്നും അല്ല, പക്ഷേ നമുക്ക് തടയാനും മാറ്റം വരുത്താനും പറ്റുന്ന അതാണല്ലോ എന്ന് വിചാരിച്ചത് പറയുന്നതെന്ന് മാത്രം. ഇപ്പോൾ ഡോക്ടർ ഇവിടെ കുറേ കാലമായിട്ടും നമ്മൾ ആശുപത്രിയിൽ, പ്രത്യേകിച്ച് കോഴിക്കോട്ടെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിൽ ഒരു മനുഷ്യരുടെ ശീലങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു, കുറച്ച് കാര്യങ്ങൾ പ്രകൃത്യാ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചും സൂചിപ്പിച്ചു. ഇപ്പോൾ ഈ ഇതിലുണ്ടാകുന്ന വകഭേദങ്ങൾ, ഇപ്പോൾ നമുക്ക് അസുഖത്തിന് കാരണമാകുന്ന ബാക്ടീരിയ, വൈറസ്, അതുപോലെ ഫംഗൈ, ടോക്സിൻസ്, പാരസൈറ്റ്സ്, ഇങ്ങനെ പലതുണ്ടല്ലോ. അതിൽ വരുന്ന ഒരു വകഭേദങ്ങളുടെ ഒരു പ്രശ്നവും ആ രീതിയിലുള്ള പഠനങ്ങൾ സ്വാഭാവികമായിട്ടും നടന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് അങ്ങനത്തെ ഇതിനെക്കുറിച്ച്, അതിലേക്ക് ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിനെക്കുറിച്ച് പറയാം? അതും ഒരു ഭാഗം തന്നെയാണ്. ഈ പുതുതായി വരുന്ന പല രോഗങ്ങളുടെയും പിറകിലുള്ള അതിലിപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ അനുഭവിച്ച് തീർത്തത് കോവിഡ്. ഇതുവരെ ഉള്ള കൊറോണ വൈറസുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഒരു പുതിയ ജനിതക വ്യതിയാനം വന്നതോടുകൂടിയാണ് നമ്മുടെ ലോകം കീഴ്മേൽ മറിഞ്ഞു പോയി. പക്ഷെ അത്ര വലിയൊരു മാറ്റം സംഭവിച്ച ഒരു വൈറസോ അല്ലെങ്കിൽ ബാക്ടീരിയ ഈ അടുത്ത നാളിൽ വേറൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പഠനങ്ങളാണെങ്കിൽ പോലും, ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ അമീബിക് മെനിഞ്ചൈറ്റിസ്, അങ്ങനെ പല സംഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഇതിലൊന്നും തന്നെ ഒരു വലിയൊരു ജനിതക മാറ്റം കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ എന്നുള്ളത് തെളിയിക്കപ്പെട്ടത് വളരെ കുറവാണ്. പക്ഷേ അതും നമുക്ക് കംപ്ലീറ്റ് തള്ളിക്കളയാവുന്നൊരു കാര്യമല്ല. പക്ഷെ അവിടെയും ഈ ജനിതക മാറ്റം വരുന്നതിൻ്റെ പിറകിലും കുറേ കാരണങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇതൊരു പെട്ടെന്നൊരു ഒരു പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സംഭവമല്ല. ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ മൃഗങ്ങൾ, കാലാവസ്ഥ, ഇതിലെല്ലാം വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ ശീലങ്ങൾ, ഇതെല്ലാം ഒരു പരിധി വരെ ഈ ജനിതക മാറ്റങ്ങൾക്കും കാരണമാണ്. അപ്പം ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു മൃഗത്തിൽ നിന്ന് ഒരു വൈറസിന് വേറൊരു മൃഗത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യനിലേക്ക് എന്തിലേക്കെങ്കിലും ഒരു മാറ്റം, അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികം അതിനനുസരിച്ചുള്ളൊരു മാറ്റം ഈ വൈറസിൽ വരുത്തുക. അപ്പോൾ ഇതാണ് വൈറസിൻ്റെ ഒക്കെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് അവർ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഏത് ശരീരത്തിലാണ് അവർ ഇരിക്കുന്നത് അതിനനുസരിച്ച് അവരിങ്ങനെ, അപ്പോൾ ഒരു മാറ്റത്തിനുള്ള അവസരം സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പോൾ ആ സൃഷ്ടിക്കുന്നതിൽ ഒരു ഭാഗം വീണ്ടും നമ്മൾ നേരത്തെ ആ ഇതിലേക്ക് എത്തും. അപ്പം ഉണ്ടാവാം. പക്ഷേ ഇപ്പം നമ്മളിപ്പം എന്താണ് പറയുക, ഈ മൃഗങ്ങളുമായിട്ടുള്ള നമ്മുടെ സഹവാസം, ഒരു ഉദാഹരണം, ഇതിപ്പോൾ ചൈനയിൽ അന്ന് സംഭവിച്ചത് കോട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒട്ടും നമുക്ക് പരിചിതമല്ലാത്ത മൃഗങ്ങൾ, ഇവരുമായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യുമ്പോഴുള്ള നമ്മുടെ ശ്രദ്ധക്കുറവ്, ഇങ്ങനത്തെ പല കാര്യങ്ങളും അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ തിരിഞ്ഞു വരുമ്പം ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മ്യൂട്ടേഷൻ പോലത്തെ കാര്യങ്ങളിലേക്ക് വരും. ഒട്ടും കേട്ടുകേൾവിയില്ലാത്തൊരു വൈറസ് ഇനി വരുമോ? അപ്പോൾ എല്ലാവരുടെയും ഭീതി അതാണല്ലോ. ഇപ്പം എല്ലാവരുടെയും നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഏറ്റവും ഹരം പിടിച്ച ന്യൂസാണ് പുതിയ വൈറസുകളുടെ പേര് പറയുക, അടുത്ത എപ്പിഡമിക് വന്നു എന്ന് പറയുക. അതെ, അതിപ്പം നമ്മൾ എത്രയോ കാലമായി നാട്ടിലൊക്കെ ഉള്ള വൈറസ് അവിടെ കുറച്ചെണ്ണം അധികം റിപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്ക് കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞ ന്യൂസ്, അതും മറ്റൊരു ഈ പറഞ്ഞ വൈറസ് പോലെ വൈറസിനേക്കാൾ ഭീതിജനകമാണ് നമ്മുടെ ഇങ്ങനത്തെ വൈറൽ വാർത്തകൾ. അപ്പോൾ അതിൽ പെട്ടൊന്നായിരുന്നു ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. അതിൻ്റെ പിറകിലുള്ള പേടിയും അത് തന്നെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ഈ ഡെങ്കു അങ്ങനെയുള്ള എലിപ്പനിയെക്കുറിച്ചും ഡെങ്കുപ്പനിയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. സീസണൽ അല്ലാത്ത വിധം അത് കൂടി വരുന്നു എന്നുള്ളത്. ഡെങ്കിയൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-15 കൊല്ലം മുമ്പാണല്ലോ അതിൻ്റെ ഒരു ആ രീതിയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അസുഖം വന്ന് അപ്പോൾ അന്ന് വന്ന മനുഷ്യർക്ക് ഉണ്ടാകുന്ന അതിൻ്റെ ഒരു മനുഷ്യനെ ബാധിക്കുന്ന രീതികളിൽ മാറ്റം വരികയാണോ ഉണ്ടായിട്ടുള്ളത്? അത് കുറച്ചും കൂടി അപകടകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ ഒരു ഡെങ്കിപ്പനിയുടെ ഒരു കാര്യം മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ? ഡെങ്കിപ്പനി മാത്രമാണെങ്കിൽ നമുക്ക് അപകടം കൂടിയെന്ന് പറയാൻ കഴിയില്ല. എന്നുവെച്ചാൽ അന്നുണ്ടായിരുന്ന ആ ഒരു രീതി തന്നെയാണ് പോകുന്നത്. പിന്നെ ഡെങ്കിക്കാണെങ്കിൽ ആകെ ഒരു ഗുണമുള്ളത് കുറച്ചും കൂടെ ഇമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മുടെ കോവിഡ് പോലെയല്ല. അപ്പോൾ ഡെങ്കിക്ക് ഇപ്പോൾ ഉള്ള അതിൽ തന്നെ കുറച്ച് സബ് ടൈപ്പുകളുണ്ട്. അവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്മ്യൂണിറ്റി ഇല്ല എന്നുള്ളൂ. ഇപ്പോൾ ഒരു ടൈപ്പ് 1 വന്ന ഒരാൾക്ക്
ടു വരാൻ അതിനെതിരെയുള്ള ഒരു പ്രതിരോധ ശക്തി ഉണ്ടാവില്ല. അല്ലെങ്കിൽ സാധാരണഗതിയിൽ കുറച്ച് നീണ്ട നാൾ ഇമ്മ്യൂണിറ്റി കിട്ടുന്ന ഒരു അസുഖമാണ് ഡെങ്കി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു 2017 ഇവിടെ ഭയങ്കര വ്യാപകമായിട്ടൊരു ഡെങ്കി വന്നിട്ട് നമ്മുടെ എല്ലാ ആശുപത്രിയും നിറഞ്ഞ് ഞങ്ങളൊക്കെ വരാന്തയിൽ വരെ കിടത്തുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിനുശേഷം അത്രയും വ്യാപകമായ രീതിയിൽ ഇതുവരെ പിന്നെ ഡെങ്കി തിരിച്ചു വന്നിട്ടില്ല. അതിൻ്റെ കാരണം അത്രയും പേര് ഇമ്മ്യൂണായി എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ ഒന്ന് ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ഒരു തലമുറ പുതുതായിട്ട് വരിക, അതല്ലെങ്കിൽ ഒട്ടും ഇവിടെ വന്നിട്ടില്ലാത്തൊരു പുതിയ സബ് ടൈപ്പ് വരിക. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് വലിയ നമ്പറിൽ വരിക. കോംപ്ലിക്കേഷനുകൾ പിന്നെ ഡെങ്കി എപ്പോഴും ഭയങ്കര ഒരു ഡേഞ്ചറസ് സംഭവമല്ല. നമ്മൾ പണ്ട് ഇങ്ങനെ ഒരു കുറച്ചധികം ഓവർ ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു, അങ്ങനെ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞ അതിന് വേണ്ടി പപ്പായ അങ്ങനെയൊക്കെ കുറേ അന്നൊരു സംഭവമായി. നല്ല അത്ര ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എലിപ്പനിയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡെങ്കിപ്പനി അതിൻ്റെ അടുത്ത് പോലും എത്തില്ല, അത്രയും വ്യത്യാസമുണ്ട്. അപ്പം ഒരു കോവിഡൊക്കെ പറയുന്ന പോലെ തന്നെ അത്ര ഒരു ഡേഞ്ചർ ലെവലേ ശരിക്കും ഡെങ്കിപ്പനിക്കുള്ളൂ. അതിൽ വലിയ കാര്യമായ ഒരു മാറ്റം കോംപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ വന്നതായിട്ട് തോന്നുന്നില്ല. എണ്ണം ആകെ ഞാൻ നേരത്തെ പറഞ്ഞൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു സീസണൽ എന്നുള്ളതിന് പകരം കുറച്ചും കൂടെ ഒരു എല്ലാ നാളിലും നീണ്ടു നിൽക്കുന്ന അതേപോലത്തെ ഒരു പിക്ചറിലേക്ക് മാറിയെന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ രോഗവാഹകരായ ഈ വൈറസുകളുടെയും ബാക്ടീരിയകളുടെയും സാന്നിധ്യം ഉള്ള ജലത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡോക്ടർ സൂചിപ്പിച്ചു. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്, അതിന് വാക്സിൻ എടുക്കാവുന്നതാണ്. നമ്മുടെ ഒരു മനുഷ്യൻ നമ്മുടെ ഒരു ആഹാര രീതി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭക്ഷണ രീതി അതിൽ വരുത്തുന്ന മാറ്റം കൊണ്ട് നമ്മുടെ രോഗപ്രതിരോധം ശരീരത്തിന് സ്വയമേവ ആർജിക്കാനുള്ള ഒരു ശേഷിയിലേക്ക് നമ്മൾ കൂടുതൽ ശരീരത്തെ പ്രാപ്തമാക്കിയാൽ അത് അങ്ങനെ പ്രാപ്തിയുള്ള ഒരാളും പ്രാപ്തി കുറഞ്ഞ ഒരാളും തമ്മിൽ രോഗം വരുന്നതിൽ വ്യത്യാസം സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വളർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ ഇപ്പോൾ നമ്മൾ കൂടുതൽ ന്യൂട്രീഷ്യസ് ഫുഡ് അല്ലെങ്കിൽ ഇപ്പോൾ പലരും വൈറ്റമിൻ സപ്ലിമെൻറ്റ് ഫുഡ് സപ്ലിമെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൂടെ ഇങ്ങനെ ഒരു പ്രതിരോധ ശേഷി വളർത്തിയെടുക്കാൻ കഴിയുമോ? എന്താണ് ഡോക്ടറുടെ നിരീക്ഷണം? ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവത്തെ നേരിടാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ആ ചോദ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ കോവിഡ് മാത്രം ഉദാഹരണം എടുത്ത് നോക്കിയാൽ മതി. ഇപ്പോൾ കോവിഡ് വന്നതിൽ നമുക്കിപ്പം പ്രായമുള്ളവരെ വിടാം, പല അസുഖങ്ങളുള്ളവർ കോവിഡ് വന്ന് സ്വാഭാവികം. അതല്ലാതെ ഒരു 50 താഴെ പ്രായമുള്ള കോവിഡ് വന്നിട്ട് ബുദ്ധിമുട്ടായ ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതാണ് ഇപ്പം അമിതവണ്ണം അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ആളുകളില്ലേ, ഒരു ഒബീസ് ആൾക്കാർ, അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അത് മാത്രം എടുത്താൽ നമുക്കറിയാം, നമുക്ക് നമ്മളെ ഒരു സ്വന്തം ശരീരത്തെ വലിയ കുഴപ്പമില്ലാത്ത ഒരു ഹെൽത്തി ആയിട്ട് നിലനിർത്താൻ പറ്റുന്ന ആൾക്കാർ മിക്കവാറും ഇതിനെ അതിജീവിക്കാനാണ് സാധ്യത. അപ്പോൾ ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഭക്ഷണം, നമ്മുടെ വ്യായാമം, എല്ലാത്തിലും പറയുന്ന നമ്മുടെ നല്ല ജീവിത രീതി എന്നുള്ളത് ഇങ്ങനത്തെ നമ്മളെപ്പോഴും പ്രമേഹം രക്തസമ്മർദ്ദം പറയുമ്പോൾ മാത്രമേ ഈ കാര്യങ്ങൾ പറയുള്ളൂ. പക്ഷേ അണുബാധയുടെ കാര്യത്തിലും നമ്മുടെ ജീവിതശൈലിക്ക് വലിയൊരു റോളുണ്ട് എന്നുള്ളൊരു സത്യമാണ്. അപ്പം ഒരു ഭക്ഷണക്രമത്തിലാണെങ്കിലും വ്യായാമത്തിലാണെങ്കിലും ഒരു കൃത്യത പാലിക്കുകയും വലിയൊരു വെയിറ്റ് ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തെ നിലനിർത്തി കൊണ്ടുപോകാനും പറ്റിക്കഴിഞ്ഞാൽ അത് തരുന്ന ഇമ്മ്യൂണിറ്റി ശരിക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം നമ്മളൊരു എക്സ്ട്രാ പിന്നെ ഒരു വൈറ്റമിൻ സപ്ലിമെൻറ്റ് അങ്ങനെ കഴിക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ടില്ല. എന്തെങ്കിലും ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട്, അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു കാര്യത്തിന് ടെസ്റ്റ് ചെയ്തു, അത് കുറവുള്ള കാര്യം നികത്തുന്നതിന് കുഴപ്പമില്ല. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഭക്ഷണത്തിലൂടെ തന്നെ കിട്ടുന്നതാണ്. ഒരു സാധാരണ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് എന്തായാലും നമുക്ക് ആവശ്യമുള്ള ഘടകങ്ങളെല്ലാം നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്നതിൽ മാത്രമേ പാളിച്ച പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജീവിതശൈലി നമ്മൾ അത്യന്തം ഭയക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് കുട്ടികൾ. നമ്മൾ കുറച്ചൊക്കെ ആ കാലം കഴിഞ്ഞു, പക്ഷെ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കാണുമ്പോൾ നമുക്ക് വല്ലാതെ പേടിയാവും. കാരണം അതിൽ അവർക്ക് ഇതൊന്നും വേണ്ട. ഇപ്പോൾ ഫ്രൂട്ട്സ് ഇല്ല, വെജിറ്റബിൾസ് ഇല്ല, അതിന് പകരം സാൻഡ്വിച്ച്, ബർഗർ, ഐസ്ക്രീം, കേക്ക്, ആ ഒരു കൾച്ചറിലേക്ക് നമ്മൾ പോകുന്നത് നമ്മുടെ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന നമ്മുടെ ഇമ്മ്യൂണിറ്റിയെക്കുറിച്ച് അത്യന്തം നമ്മളെ ആശങ്കാകുലരാക്കേണ്ട. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട മെസ്സേജ് ഡെഫിനറ്റായിട്ട് നമ്മൾ സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അത് പറഞ്ഞു കൊടുക്കണം. കാരണം നമ്മൾ ഈ വൈറസുകളെയും ബാക്ടീരിയയൊക്കെ നമുക്ക് സ്വന്തം നേരിടണമെങ്കിൽ നമുക്കൊരു ആരോഗ്യം വേണം. ആ ആരോഗ്യം നമുക്ക് ഭക്ഷണത്തിൽ നിന്നും വ്യായാമത്തിൽ നിന്നും മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഭക്ഷണം സെലക്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ സംസാരിച്ചു വന്നത് രോഗത്തെക്കുറിച്ചും അതിൻ്റെ കാഠിന്യത്തെക്കുറിച്ചും മ്യൂട്ടേഷനുകളെക്കുറിച്ചൊക്കെ ആണെങ്കിലും അവസാനം ഡോക്ടർ പറഞ്ഞത് ഒരു പ്രത്യാശയുടെ ഒരു ചെറിയ ഭാഗം കൂടിയാണ്. അവനവൻ്റെ ഭക്ഷണശീലത്തെ ശ്രദ്ധിച്ച് അതിൽ കൃത്യമായ വേണ്ട അളവിൽ ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ
നമ്മളുടെ ഒരു പൊതു ആരോഗ്യവും നമുക്ക് ഇത്തരം വൈറസുകൾ വന്നാൽ തന്നെയും അതിനെ അതിജീവിക്കാനുള്ള ഒരു ശേഷി നമുക്ക് സ്വയം ആർജിക്കാൻ കഴിയുമെന്നുള്ള അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമാണല്ലോ. നമ്മൾ ഈ പറഞ്ഞ കാലാവസ്ഥ, മറ്റ് മ്യൂട്ടേഷൻസ് ഒക്കെ നമ്മുടെ കയ്യിൻ്റെ പുറത്തുള്ള കാര്യങ്ങളാണ്. അവനവനെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യത്തെ നമുക്ക് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു സന്ദേശം നമ്മുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് താങ്കൾ കൃത്യമായി സൂചിപ്പിച്ചു നമ്മുടെ പുതിയ തലമുറ വളരെ അവരുടെ ഭക്ഷണശീലങ്ങളൊക്കെ, അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുക, സമൂഹം എന്ന നിലയിൽ ഏറ്റെടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ സമൂഹത്തിന് തന്നെയാണ്, ഇപ്പോൾ ഡോക്ടർക്ക് അറിയുന്ന പോലെ ഇതിൻ്റെ രോഗത്തിൻ്റെ ഭാരം വരുന്നത് സമൂഹത്തിൻ്റെ മേലും അതിൻ്റെ ചികിത്സാ സംവിധാനങ്ങളുടെ മേലുമാണല്ലോ. അപ്പം അങ്ങനെയൊന്നും ഇല്ലാത്തൊരു തലമുറയ്ക്കായും നാളേക്കായും നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഡോക്ടർ, കേൾക്കുന്നവരെയും ഇവിടെ ജോലി ചെയ്യുന്ന ഞങ്ങളെയും ഒരേപോലെ അവെയറാക്കുന്ന, ഉണർത്തുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഇത്തവണയും നടത്തുന്നതിൽ സന്തോഷം. ഇനി തുടർന്നും മറ്റൊരവസരത്തിൽ നമുക്ക് സംസാരിക്കാം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്. ഉയർന്ന സാക്ഷരതാ നിരക്കിനും മികച്ച ആരോഗ്യ സേവനങ്ങൾക്കും പേരുകേട്ട കേരളം ഇന്നും ആരോഗ്യരംഗത്ത് പല വെല്ലുവിളികളും നേരിടുന്നു. സാംക്രമിക രോഗങ്ങളുടെ ഉദ്ഭവത്തിലും വ്യാപനത്തിലും വന്ന വ്യതിയാനങ്ങൾ ഇതിലൊന്നാണ്. ഒന്നിലധികം ഘടകങ്ങൾ ഇതിന് സ്വാധീനം ചെലുത്തുന്നുണ്ട്. വ്യക്തി ശുചിത്വത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന നമ്മൾ മലയാളികൾ സാമൂഹിക ശുചിത്വത്തിനും ഏറെ പ്രാധാന്യം നൽകുക. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക. ജലം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുക. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചാൽ വലിയ സാംക്രമിക രോഗങ്ങളെ നമുക്ക് ഫലപ്രദമായി തടയാൻ സാധിക്കും. ശുചിത്വവും ശ്രദ്ധയും വഴി സാംക്രമിക രോഗങ്ങൾ തടയാം. ഈ വിഷയത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിസിൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷമീർ വി.കെയുമായി ബോബി സി മാത്യു നടത്തിയ അഭിമുഖമാണ് ആരോഗ്യവാണിയിൽ ഇതുവരെ കേട്ടത്. മറ്റൊരു വിഷയവുമായി ആരോഗ്യവാണി വീണ്ടും അടുത്തയാഴ്ച. ആരോഗ്യവാണി